ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരത്തിലെ സ്വകാര്യ ITIയിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി സ്ഥാപന മാനേജ്മെന്റ്. ഇരു വിദ്യാർത്ഥികൾക്കും ഇതേ സ്ഥാപനത്തിൽ പഠനം തുടരാൻ അവസരം നൽകുമെന്ന് പ്രിൻസിപ്പൽ KP രാജേഷ് വ്യക്തമാക്കി. കഴിഞ്ഞ ഈ രണ്ട് കുട്ടികളെ ഇവിടെ തുറന്ന് പഠിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഭാവിയാണ്. കാരണം നല്ലൊരു കോഴ്സാണ് അവരെടുത്തിരിക്കുന്നത്. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്, സെൻട്രൽ ഗവൺമെൻറ് കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ജോലി സാധ്യത വളരെ ഉള്ളൊരു കോഴ്സാണിത്. അപ്പോൾ നമ്മളിവിടെ 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ 10-20 വയസ്സായ കുട്ടികളാണ്. അപ്പോൾ ഇവർക്കൊരു ഇപ്പം തന്നെ അവരുടെ ഭാവി നശിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും, കാരണം ഒരു ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളാണ്, അപ്പോൾ അവരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇരുവരുടെയും ഭാവിയെ ആലോചിച്ചാണ് പഠനത്തിന് അവസരമൊരുക്കാൻ തീരുമാനം. രണ്ടുപേരും പഠിക്കാൻ മിടുക്കരാണ്. കഴിഞ്ഞ 19-നാണ് 20-കാരൻ ഷൊർണൂർ കുളങ്ങരപ്പറമ്പിൽ KJ സാജന്റെ മൂക്കിന് പരിക്കേറ്റത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാജന് മൂക്കിന് ശസ്ത്രക്രിയ പൂർത്തിയായി. സംഭവത്തിൽ പാലപ്പുറം സ്വദേശി കിഷോറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ITIയിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. ബെഞ്ചിലിരിക്കുകയായിരുന്ന സാജന്റെ ദേഹത്ത് പിടിച്ചത് എതിർത്തതിനെ ചൊല്ലിയായിരുന്നു കയ്യാങ്കളി. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.